സുധാകരൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ട് കാണുമല്ലോ. 89 പാർലമെൻറ്റ് ഇലക്ഷന് അദ്ദേഹം വോട്ടിൽ ക്രമക്കേട് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത് പല കാര്യങ്ങളും പറയുന്നു. ഒരുപാടൊന്നും നമ്മളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, അദ്ദേഹം വെല്ലുവിളിക്കുന്ന പോലാണ്. ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് തനിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്താലും തനിക്ക് പ്രശ്നമില്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ഓർത്താണ്, ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ നമുക്ക് കേരളത്തിന് ആവശ്യമുണ്ടോ? അത് ജനാധിപത്യ വ്യവസ്ഥയാണ്. എന്താണ് ജനാധിപത്യം? ഇത്ര വലിയ വലിയ വാക്കുകളും പറഞ്ഞ് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ട് വലിയ ആൾ കളിച്ച് നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ. എന്താണ് ജനാധിപത്യം എന്ന് അറിയില്ല, ഭരണഘടന എന്തിനാണെന്നറിയില്ല, കോടതികൾ എന്തിനാണെന്നറിയത്തില്ല, നിയമം എന്തെന്നറിയത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നിയമം? ഇതൊന്നും അറിയാത്ത കുറേ വലിയ ചെറിയ മനുഷ്യരുണ്ട്. നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആധിപത്യം, ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇലക്ഷൻ, വോട്ടെടുപ്പ്. ജനങ്ങൾ ഇഷ്ടമുള്ള ആളുകളിന് വോട്ട് ചെയ്യുകയാണ്. ആ വോട്ടെടുപ്പ് തന്നെ എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നടത്തപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഒരു ദിവസം അങ്ങോട്ട് ചെന്നിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുന്നൊന്നുമല്ല. പിന്നെ ഓരോ ഘട്ടമായ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളിപ്പം ഓരോ പാർട്ടിക്കാരുണ്ട്, ആ പാർട്ടിക്കാർ അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. സ്വതന്ത്രമായിട്ട് മത്സരിക്കാം അല്ലേ. ഇതിന് ഓരോന്നിനും ഓരോരോ ഘട്ടമായിട്ടാണ്. പിന്നെ ലാസ്റ്റ് നമുക്കറിയാവുന്നതാണ്, ഇലക്ഷന് ഒരു ദിവസം മുമ്പേ എന്ത് ചെയ്യും? ഈ പ്രചരണം എല്ലാം അവസാനിപ്പിക്കണം. ഇത്ര സമയമുണ്ട്, 5-6 മണി, ഇപ്പോൾ 6 മണിയെന്നൊക്കെയാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എത്രയും ദിവസവും ഇലക്ഷൻ പറഞ്ഞ സമയം തൊട്ട് ഇത്രയും ദിവസവും നടന്നിട്ടുള്ള കോലാഹലങ്ങളെല്ലാം നിർത്തിവെക്കണം. കലാശക്കൊട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബഹളമാണ്. എല്ലാം നിർത്തിവെക്കണം ഒരു ദിവസം മുമ്പ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യുന്നത് ആളുകൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കുകയാണ്. അതുവരെയും ഈ 10 പാർട്ടികളുണ്ടെങ്കിൽ 10,000 ആളുകൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി ലാസ്റ്റ് ഈ ആളുകൾക്ക് ഇതൊക്കെ ഏത് പാർട്ടിയിലുള്ളത്, ഇത് ആർക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ ഫുള്ള് കൺഫ്യൂഷനായി പോകും മനുഷ്യരുടെ മനസ്സ്. അപ്പം ആ ഒരു കൺഫ്യൂഷനെല്ലാം തീർത്ത് അല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ആരുടെയും ശല്യമില്ലാതെ, ഈ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ. അല്ലെങ്കിൽ എന്താണ്, നേരം വെളുത്താൽ ഇങ്ങനെ ഒരു ടൈം വരെയും ഈ അനൗൺസ്മെൻ്റാണ് ഓരോ പാർട്ടിക്കാരുടെയും വക. ഇത് കേട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ്. പിന്നെ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ഇതെല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ട് ആളുകൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് വോട്ട് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ ആരും നിർബന്ധിക്കാനൊന്നും പാടില്ല. നമുക്കിഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ അത്ര വലിയ ഒരു കാര്യമാണ്. എത്ര വയ്യാത്തവരായാലും വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടി പോയി വോട്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കുറേ പേരുണ്ട് ഇതൊക്കെ എന്തിനാണ് വെറുതെ എന്ന് കരുതി വോട്ട് ചെയ്യാത്ത മനുഷ്യരുമുണ്ട്. പക്ഷേ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് അല്ലേ. അപ്പോൾ അത്ര വലിയൊരു കാര്യമാണ് നടക്കുന്നത്. അപ്പം ഇത്രയും ആളുകൾ ഇത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യത്തെ ഒരു ദിവസം ഒരു നേതാവ് പറയുകയാണ്, ഞാൻ ഇത്ര വലിയൊരു ക്രമക്കേട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ കേരളത്തിലെ
ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകുമോ? ഇനി ഈ പറഞ്ഞ വ്യക്തിയെ ആളുകൾ എങ്ങനെ അംഗീകരിക്കും? അവരുടെ പാർട്ടിയെ ഏത് രീതിയിൽ നോക്കിക്കാണും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നതെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും പുറകെ. എന്ത് കാര്യത്തിന് ചെയ്തത് തെറ്റാണെന്നറിയാം, അത് ഏറ്റു പറഞ്ഞു എന്ന രീതിയിലാണെങ്കിലും ഓക്കെ പറയാം, ഞങ്ങളിങ്ങനെ തെറ്റ് ചെയ്തു പോയി, പക്ഷെ ഇന്ന് അത് ഓർക്കുമ്പോൾ പശ്ചാത്താപമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു അന്തസ്സാണ്. പക്ഷേ നമ്മുടെ നിയമത്തെയും നമ്മുടെ രാജ്യത്തെയും വരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ആണ് അയാൾ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എനിക്കെതിരെ നിയമ നടപടി എന്തെടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇങ്ങനെ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന കുറേ ആളുകളെങ്കിലും വിചാരിക്കും, അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പ്രശ്നമൊന്നും ഇല്ലല്ലേ എന്ന് ചിന്തിക്കും. അപ്പം സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നൽകിയത് അതിലൂടെ. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും കാര്യം നേടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കാണുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത എന്തൊക്കെയോ പുകിലുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. പണ്ട് പറയുന്നത് പോലെ പൊതുജനം കഴുതയെന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി എന്നാണോ? ഒരിക്കലുമല്ല. ഈ നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിലവിൽ വന്ന ഒരു ടൈം, അവർക്ക് ഭരണം കിട്ടിയ സമയത്ത് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ആ സ്ഥലത്ത് നടത്തപ്പെട്ടു. വെള്ളമായാലും കറണ്ടിൻ്റെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു, രക്ഷപ്പെട്ട് ഒരു പാർട്ടി ആയാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാളെ നോക്കുമ്പോൾ ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലും അവർ വരട്ടെ, അങ്ങനെ എല്ലായിടത്തും ഇവർ വന്നിട്ട് ഈ നമ്മുടെ രാജ്യം എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ട് മാറട്ടെ, ഈ അഴിമതി എന്നുള്ളത് മാറി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആ പാർട്ടിയെ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ഭിന്നതകൾ ഉണ്ടാകുന്നത്? കാരണം എന്താണ്? ഒറ്റ കാരണമുള്ളൂ. എവിടെ ഭിന്നതയുണ്ടെന്ന് നോക്കിയാലും അവിടെയെല്ലാം മനസ്സുകളാണ്. മനസ്സിൻ്റെ ചിന്താഗതികൾ കാരണമാണ് ഈ ഭിന്നത ഉണ്ടാകുന്നത്. ഒരാൾ കരുതുകയാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് പാർട്ടി കൊണ്ടുപോകണം, അഴിമതിയില്ലാതെ കൊണ്ടുപോകണം എന്നൊരു വ്യക്തി കരുതുകയാണ്, ആ ഒരു പാർട്ടിയുടെ നേതാവ് കരുതിയാണ്. അതിൽ ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സ് ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതിൽ ഒരാൾ തിരിഞ്ഞു തിന്നാൽ തീർന്നു ആ പാർട്ടിയുടെ കാര്യം. അല്ലെങ്കിൽ ഇന്നയാൾ തിരിയുവാണ് എന്ന് മനസ്സിലാക്കി അയാളെ എടുത്തു മാറ്റി നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ പകരം അവിടെ നിയമിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഈ നേതാവിനുണ്ടാവണം. പലപ്പോഴും അത് സംഭവിക്കില്ല. കാരണം ഒന്നിലധികം നേതാക്കൾ ഇങ്ങനെ ചേർന്നിട്ട് വലിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും ഈ വലിയ നേതാവിന് ചെറിയ നേതാക്കന്മാരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എന്താണത്? സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അല്ലേ? എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വലിയ കാര്യമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൂടുതൽ. കാരണം സ്ഥാനമാനങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമുക്കൊരു സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരമാണ്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകർ അതിലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും മാറാത്തത്? എത്ര പ്രാവശ്യം വേണേലും മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. മന്ത്രി സ്ഥാനത്തിന്, MLA സ്ഥാനത്തിന്, MP സ്ഥാനത്തിന്, നിസ്സാരം ഒരു പഞ്ചായത്ത് മെമ്പറായാലും വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സ്ഥാനത്തെത്തി ആ സ്ഥാനം അലങ്കരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് കുറേയധികം കാര്യങ്ങൾ സമൂഹത്തിന് നിന്നും പോസിറ്റീവായിട്ട് കിട്ടും. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഒരു ബഹുമാനം. അത് മെമ്പറാണ്, അല്ലെങ്കിൽ പിന്നെ മന്ത്രിയാണ്, മന്ത്രി സാർ അല്ലെങ്കിൽ മേഡം എന്ന് വിളിച്ച് നടക്കാൻ കുറേയധികം ആളുകൾ പുറകെ വരും അല്ലേ?
നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കാനും നമ്മുടെ കാല് പിടിച്ച് നടക്കാനും ഈ വിജയിപ്പിച്ചു വിട്ട സാധാരണ മനുഷ്യർ പുറകെ വരും. അപ്പോൾ താൻ എന്തൊക്കെയോ നേടി എന്നിട്ടുള്ള ഒരു ചിന്ത വരും. ആ നേടിയത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തിനും തയ്യാറാകും. ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് മുഴുവൻ. കണ്ടില്ലേ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിന്നിട്ട് തോറ്റുപോയിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ട്. അവരുടെ പാർട്ടിയിലുള്ള ആളുകൾ മന്ത്രിമാരായപ്പോൾ PA ആക്കി മാറ്റിയേക്കും അവരെല്ലാം. അതൊന്ന് ആലോചിച്ച് നോക്കി. കാരണം PAക്കൊക്കെ പെൻഷനുണ്ട്. ഒരാളൊന്നുമല്ല, എത്ര പേര്, 10ഉം 11ഉം PAമാരുള്ള മന്ത്രിമാരുണ്ട്. ഇതെല്ലാം ആരുടെ പണമാണ്? പറയാനാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട. അപ്പം നമുക്കത് പറഞ്ഞു പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും അനാവശ്യമായിട്ട് പറഞ്ഞു പോകും. നമുക്കറിയാവുന്ന പല കാര്യങ്ങളും. എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ ഭയങ്കരമായിട്ടും വിശ്വസിച്ചിരുന്ന അങ്ങനൊരു വലിയൊരു പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ആളായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനുമൊക്കെ. അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതെന്ന് വെച്ചാൽ വെട്ടും കുത്തും എന്നുള്ളതല്ല, പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ എന്ത് കാര്യവും സഹായം ചെയ്യും. ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വന്തം ചിലവിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇലക്ഷനായാലും സമയത്ത് ഫുഡ് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാശ് അങ്ങോട്ട് മേടിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതാണ് തലമുറകൾ മാറിയപ്പോൾ ഉണ്ടായ മാറ്റം. എന്തായാലും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വഴിയേ അറിയാം. എന്തായാലും വെറുതെ വിടരുത്. ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ കാണണം. കാരണം രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലേ? അപ്പോൾ ആ രാഷ്ട്രത്തിനെതിരായിട്ട്, ആ രാഷ്ട്രത്തിലെ നിയമവ്യവസ്ഥകൾക്ക് എതിരായിട്ട് ഏറ്റവും വലിയൊരു അവകാശത്തിൻ്റെ മേൽ നടന്ന ഒരു കടന്നുകയറ്റമായിട്ടൊക്കെ കണ്ടിട്ട് നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റ് അയാൾക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ വേറെയും ഉണ്ടാവാം അല്ലേ?